ഞാൻ അലക്കിയിട്ട് ഇടുന്നത് ഭയങ്കര ഞാൻ അലക്കിയിട്ടിടല്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി എല്ലാവരും ഉറങ്ങുമ്പോൾ അലക്കലാണ്. ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കലും അങ്ങനെ അലക്കലാണ്. ഡ്രസ്സ് നല്ലോണം ആകുമ്പോൾ അലക്കലാണ്. അലക്കിയിട്ടെല്ലാം ഡ്രൈ ആയി എല്ലാം കഴിഞ്ഞ് ഇനി ഇതെടുത്തിട്ട് ഇതൊക്കെ എടുത്തിന് അയലിലിടണം. അപ്പോൾ സമയം ഇപ്പോൾ നാട്ടിൽ 2 മണിയായി. അപ്പോൾ നമുക്ക് പിന്നെ ടൈമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. രാത്രിയെ വന്നിട്ട് അലക്കാൻ കഴിയും. എടുക്കാൻ കുറച്ച് പറഞ്ഞിട്ട് ടൈറ്റായി പോയി. നല്ല ഉണങ്ങി കിട്ടുന്നത്, നല്ല വാങ്ങൽ ഉണങ്ങി കിട്ടും. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് 2 ദിവസം വെയിൽ കൊള്ളണം, ഇല്ലെങ്കിൽ ചൂടിനെല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കുറേയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഒരാഴ്ചയിൽ ഇവിടെ അങ്ങനെ ചേറൊന്നും വന്നില്ല. അത്ര പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷോപ്പിൽ പണിയെടുക്കുന്നുണ്ട്. വലിയ പൊടിയൊന്നുമില്ല, വേർപ്പിൻ്റെ മണം ഉണ്ടാവും. നമ്മുടെ ഏകദേശം ആൾക്കാരെല്ലാം ഒരു ഷർട്ട് 2 ദിവസം എടുക്കും. നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ഈ ചോദിച്ചാൽ അങ്ങനെ അപ്പോൾ തന്നെ അത് അലക്കാൻ കൊണ്ടുപോയി തരും ഭാര്യ. ഇവിടെ എന്തായാലും നാട്ടിൽ ഓരോ ദിവസം ഇടാൻ കഴിയുന്നില്ല ഷർട്ട്. അപ്പോഴേക്കും അപ്പോൾ അത് ഭയങ്കര വേർപ്പും മണത്ത് പൊടിയുമായി ചെറിയുമായി. ഇവിടെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ദിവസമല്ലോ ഇടാം. നല്ല വേർപ്പൊന്നും മണക്കുന്നുണ്ടെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടായൊരു കാര്യം തന്നെ അലക്കൽ. നമുക്ക് വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് വലിയ അറിയുന്നില്ല. ചില റൂമിലൊന്നും വാഷിംഗ് മെഷീൻ ഇല്ലാത്ത റൂമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുന്നത്തെ റൂമിൽ വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വേറെ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വാഷിംഗ് മെഷീനൊന്നുമില്ല. ഇവിടെ നല്ല റൂമുകളിൽ നല്ല സൗകര്യം തന്നെ വാഷിംഗ് മെഷീനെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒന്ന് അലക്കിയിട്ട് ഡ്രൈ ആക്കുകയും ചെയ്യാം. നല്ല ഉണക്കിയിട്ട് ഇടാനും പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ. പുറത്തൊന്നും കൊണ്ടുപോയിട്ട് ഫ്ലാറ്റിൻ്റെ മുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ അലക്കിയിട്ട് ഇടുന്നത് ഭയങ്കര ഞാൻ അലക്കിയിട്ടിടല്. ഞങ്ങളുടെ സ്ഥലം ഉണ്ടാകും, കുറേ ആൾ അലക്കിയിട്ടിടുന്നുണ്ട്. ഇത് ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അലക്കിയിട്ടിടാം. അങ്ങനെ ഞാൻ അലക്കിയിട്ടിട്ടതാണ്. ഏങ്കറിൽ നല്ല അടിപൊളി ഏങ്കർ. ഇത് പുതിയ വാങ്ങിയതാണ്. മുന്നേ കുറച്ച് വലിയ ഏങ്കറാണ് ഉണ്ടായത്. ഇത് കിടക്കുന്നുണ്ട് ഏങ്കർ. എല്ലാം ഇവിടെ വീണുകൊണ്ടെല്ലാം ഉണ്ടായി. അതുകൊണ്ട് ഏങ്കറെല്ലാം മാറ്റി എല്ലാം പുതിയ തന്നെ ആക്കി. ഒരാഴ്ചത്തിനതുകൊണ്ട് ഇനി ഒരാഴ്ചയായിട്ട് അലക്കിയാൽ മതി. ഒരു ഷർട്ട് നമ്മൾ എന്തായാലും പിന്നെ 2 ദിവസം ഇടും. തണുപ്പായതുകൊണ്ട് ചൂടിന് 1 ദിവസം ഇടും കേട്ടോ. ഞാൻ വിചാരിക്കണ്ട. പിന്നെ തണുപ്പിന് 2 ദിവസം എടുത്തോണ്ട് പ്രശ്നമില്ല. പിന്നെ ഷോപ്പിലാണ് AC ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഏകദേശം ഡ്രൈ ആയിന്. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ട് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തെങ്കിൽ മണം വരും.
ഇതാണ് പ്രവാസികളുടെ അവസ്ഥ. ഇങ്ങനെയാണ് എല്ലാ പ്രവാസികളും തന്നെ. ഇങ്ങനെ ആയിരിക്കും ജോലി കഴിഞ്ഞ്. ചിലവർക്ക് ലീവെല്ലാം ഉണ്ടായി, നമുക്ക് ലീവൊന്നുമില്ല. ലീവുള്ളവരെല്ലാം ശനിയാഴ്ച, ചില ഞായറാഴ്ച ലീവുണ്ടാകും, ചിലപ്പോൾ 2 ദിവസം ലീവ് ആളുണ്ടാകുന്നുണ്ട്. ഓരോ ദിവസം ലീവുണ്ട്. നമുക്ക് ഒരു ലീവില്ല, ഓരോ ദിവസം പോലും ലീവില്ല. എല്ലാം രാത്രിയെല്ലാം വന്നിട്ട് അലക്കണം. മുടി വെട്ടാനായാലും അതെല്ലാം രാത്രി വന്നിട്ട് ചെയ്യണം. പിന്നെ ഉച്ചക്ക് ഉറങ്ങാൻ ടൈം ഉണ്ടോണ്ട് എന്നോട് പെട്ടെന്ന് ഉറക്കം എന്തായാലും വേണ്ടതായിരുന്നു. അതുകൊണ്ട് ടൈം കിട്ടാറില്ല. നാട്ടിലാകുമ്പോൾ ഭാര്യയെല്ലാം ആക്കി തരും, എന്ത് പ്രശ്നമില്ല. ഇവിടെ പിന്നെ നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. നാലഞ്ച് ടീഷർട്ടും ഉണ്ട്, കുറച്ച് ഷർട്ടും. വെള്ളമെല്ലാം പോയിനി, നല്ല വാങ്ങി ഡ്രൈ ആയി. 2 ദിവസം വെച്ചെങ്കിൽ നല്ല വാങ്ങി ഉണങ്ങിയിട്ട് കിട്ടും. വെള്ളം ഉറ്റലോ അങ്ങനത്തെ എന്ത് പ്രശ്നമൊന്നുമില്ല. അടുത്ത പെരുന്നാൾ ഇത് ഉണങ്ങാതെ ഇതെടുക്കൂല. ചിലപ്പോൾ ഇവിടെ സ്ഥലമുണ്ട്, ആടെ എടുക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെ അലക്കാനില്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഇന്നലെ കുറേ അലക്കിനി, എല്ലാവരും അലക്കിന് വെച്ചതാണ്. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഏകദേശം കഴിഞ്ഞ് അൽക്കിരെല്ലാം ഇട്ട് ഇതിന് ഉണങ്ങുന്നവരെ വെയിറ്റ് ആക്കാം. ഇത് നമ്മളെ റൂമിൻ്റെ താഴെയാണ്. ഇവിടുന്ന് നമുക്ക് ക്യാരി ഫോർ കാണാൻ പറ്റും. ഷാമേന്ന് ക്യാരി ഫോർ അത് അടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ സമയം 12:30 മണിയായി. നാട്ടിലത്തെ സമയം 2:30 മണി. ഇവിടെ ഉറങ്ങുമ്പോൾ കുറേ പയ്യുന്ന ആൾക്കാരെല്ലാം. ഇത് ഫുള്ള് ഇവിടെ അറബികളെ വീടാണ്. ഭാഗത്ത് ചുറ്റും മൊത്തം അറബികളെ വീട്. പള്ളിയുണ്ട് അവിടെ. ക്യാരി ഫോർ ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല രസമുണ്ട്, നല്ലൊരു ഏരിയ ആണ്. വില്ലേജ്, വലിയ ഷോപ്പും കാര്യമൊന്നുമില്ല, വീട് മാത്രമേ ഉള്ളൂ. ഫുള്ള് അറബികളെ വീട് മാത്രം. അപ്പോൾ ഞാൻ ഇടുന്നത് ഇവിടെയാണ്. ഇതാ അൽക്കിയിട്ടിടൽ ഇവിടെയാണ്. നല്ല സൗകര്യമുണ്ട് ഇവിടെ ഇടാൻ പറ്റിയിട്ട്. ഇടാൻ പറ്റുന്ന ഒരു ജാഗയാണ്. പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ 2 ദിവസം 3 ദിവസം പിടിക്കുന്നു ചില ജീൻസ് പാൻറ്റെല്ലാം ഉണങ്ങാൻ വേണ്ടി. അങ്ങനെ ഡ്രസ്സൊക്കെ ഉണങ്ങാനിട്ട് കുറച്ച് വെള്ളം കുടിക്കാം. നമ്മളെ അഷ്കറാണ്, കല്ലൂരാണ്. അല്ല ഇക്ബാൽ ഇന്ന് നോക്കി കളിയുണ്ട്. വേറെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിൻ്റെ കളിയാണ്, അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ വരുന്നില്ല. ഇപ്പോൾ സമയം രാത്രി നാട്ടിൽ ഇവിടുത്തെ 1 മണി, നാട്ടിലത്തെ 2:30 മണിയായി. അപ്പോൾ പോവുകയാണ്. ബാക്കി എല്ലാവരും പോയി, കുറച്ച് ആൾക്കാർ പോയി. ഇല്ല, ഞാൻ വരുന്നില്ല. കുറച്ച് അലക്കാനെല്ലാം ഉണ്ടായിരുന്നു, അലക്കിയിട്ടിട്ട്. അത് വെള്ളം കുടിക്കാം.